യെസ്, എല്ലാവർക്കും ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. പ്രഡിക്ഷൻ വീഡിയോയുടെ എജുപോർട്ടിന്റെ പ്രഡിക്ഷൻ വീഡിയോയുടെ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരുപാട് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് മിഷൻ 3 lakh ഫുൾ എ പ്ലസ് അല്ല മാത്സിൽ എ പ്ലസ് എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലൈവുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ആയിട്ട് എജുപോർട്ടിന്റെ പിള്ളേർ 4 തവണ റിവിഷൻ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്ന് രാത്രി നാളെ രാവിലെയും കൂടി ആകുമ്പോൾ അത് 6 തവണയാവും. എല്ലാവർക്കും എ പ്ലസ് തന്നെ മാത്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീഡിയോ ഫുള്ള് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മേജറായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഇതിലൂടെയാണ് ചോദ്യം വരുന്നത് എന്ന് ചോദിക്കാനാണ്, പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെയർസ് ഓഫ് ഇക്വേഷൻസിലേക്ക് വരുമ്പം അതിൽ നിന്ന് ഉറപ്പായിട്ടും എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ഇത്ര ബുക്കിനും ഇത്ര പെൻസിലിനും ഇത്ര, പിന്നീട് ഇത്ര പെൻസിലിനും ഇത്ര ബുക്കിനും ഇത്ര, ആ ഒരു രീതിയിൽ നമുക്ക് 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 100% ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് ന്യൂ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ തീർച്ചയായിട്ടും സാധ്യത ഉള്ളത് ഈ ഒരു ടൈപ്പ് ഫിഗർ, ന്യൂ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഫിഗർ, അല്ലെങ്കിൽ വരിക ഈ ഒരു ടൈപ്പ് ഫിഗർ, ഈ 2 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് എങ്ങനെങ്കിലും ഓർ ഇതുമായി സിമിലാരിറ്റി ഉള്ള വേറെ ഏതെങ്കിലും ടൈപ്പ് ഒരു ഫിഗർ, ഈ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. ഇതും തന്നിട്ട് ഇതും എല്ലാം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും തന്നിട്ട് ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ പറയും. ആ രീതിയിലുള്ളതാണ് വരിക. ന്യൂ നമ്പേഴ്സിൽ നമ്മൾ സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്ത് പഠിക്കേണ്ട പ്രോബ്ലം ഇതാണ്. ഒരു സ്ക്വയർ വരയ്ക്കണം, അതിൻ്റെ ഏരിയ ഇത്രയാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കണം, അതിൻ്റെ ഏരിയ 20 ആണ്, അല്ലെങ്കിൽ 9 ആണ്, അല്ലെങ്കിൽ 13 ആണ് എന്ന് പറയുന്നതാ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 20 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 20 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് √20 ആയിരിക്കും. ഈ √20ൻ്റെ ലൈൻ സ്കെയിലില്ല, പിന്നെ എങ്ങനെ വരയ്ക്കും? അതാണ് പ്രശ്നം. ആ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. പാരലൽ ലൈൻസിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് പേജിൽ തന്നെ പാരലൽ ലൈൻസ് എന്നുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന്, അതായത് നമുക്കറിയാം 3 or more parallel lines will cut any 2 lines in the same ratio. അതായത് ഈ ഒരു 3 അതിലധികമോ പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എത്ര ലൈൻസ് വരച്ചാലും ഇവരൊക്കെ കട്ടാവുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോ വെച്ചിട്ട് കുറച്ച് ലെങ്ത് മക്കൾക്ക് തരും, ആൻഡ് ബാക്കി ലെങ്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ആ ഒരു രീതി ുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കും. ആൻഡ് പിന്നെ ചോദിക്കുക എന്താ, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറയും, അതിൻ്റെ പെരിമീറ്ററും അവർ പറയും, അതിൻ്റെ പിന്നെ എന്താണ് സൈഡ്സിൻ്റെ റേഷ്യോവും പറയും. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറയും. ആൻഡ് പിന്നെ എന്താണ് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റെക്റ്റാങ്കിൾ പറയുമ്പോൾ പെരിമീറ്റർ എത്രയാണോ പറയുന്നത് അതിൻ്റെ പകുതി വരയ്ക്കുക. 15 പറഞ്ഞാൽ 7.5 വരയ്ക്കുക. സൈഡ്സ് 4:3 റേഷ്യോയില്ല. 4ഉം 3ഉം കൂട്ടി 7 ഇവിടെ വരയ്ക്കുന്നു, 4, 3 അടയാളപ്പെടുത്തുന്നു. ആൻഡ് ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുന്നു. ഇതാണ് ലെങ്ത്, ഇതാണ് ബ്രെഡ്ത്ത്. ലെങ്ത്തിന്റെ 2 സൈഡിൽ നിന്ന് താഴോട്ട് ഇത് കോമ്പസിൽ എടുത്തിട്ട് വരച്ചൊന്ന് കംപ്ലീറ്റ് ആക്കുന്നു. ഇതാണ് എന്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്. ആൻഡ് പിന്നെ എന്താണ് ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അവർ പറയുന്ന പെരിമീറ്റർ മൊത്തമായിട്ട് വരയ്ക്കണം. 14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് മൊത്തം വരയ്ക്കണം. ഇനിയോ റേഷ്യോ 3:4:5 ആണ്. അപ്പോൾ എത്രയായി 12, ടോട്ടൽ 12 ആണ്. 12 വരച്ചിട്ട് ഞാൻ 3, 4, 5 അടയാളപ്പെടുത്തുന്നു. ആൻഡ് പാരലൽ ലൈൻസ് ഞാൻ വരയ്ക്കുന്നു. ഇത് 3 ആണ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ്. നടുവുള്ള സൈഡ് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കുന്നു. ഇവിടെയുള്ള സൈഡ് ഞാൻ കോമ്പസിലെടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആൻഡ് ഇവിടെയുള്ള സൈഡ് നോക്കൂ, ഇവിടെയുള്ള സൈഡ് ഞാൻ കോമ്പസിലെടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെയുള്ള സൈഡ് എടുത്ത് ഇങ്ങോട്ടും വരയ്ക്കും. ഇതായിരിക്കും എൻ്റെ ട്രയാങ്കിൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡിൻ്റെ മിഡ് പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡിന് ഹാഫ് ആയിരിക്കും എന്നുള്ള ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സൈഡ് 10 ആണെങ്കിൽ ഇത് 5 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 15 ആണ്. ടോട്ടൽ ചുറ്റളവ് 15 ആണെങ്കിൽ ഇതിൻ്റെ എത്രയായിരിക്കും 30, ഡബിൾ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഏരിയൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 30 ആണെങ്കിൽ ഉള്ളിലുള്ളതിൻ്റെ പെരിമീറ്റർ 5, പക്ഷേ ഇതിൻ്റെ ഏരിയ 60 ആണെങ്കിൽ ഉള്ളിലുള്ളതിൻ്റെ ഏരിയ 30 ആവുമോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് 4 ട്രയാങ്കിൾ കാണാം. ഈ 4 ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. ടോട്ടൽ 60 ആണെങ്കിൽ നമുക്ക് വേണ്ട ഈ ട്രയാങ്കിളിന് എത്ര ഉണ്ടാവും, 60/4, 15 മാത്രമേ ഉണ്ടാവൂ. ആ ഒരു പോയിന്റ് മക്കൾസ് നല്ലോണം നോട്ട് ചെയ്യണം. പിന്നെ ഇത് ആ ചോദ്യം തന്നെ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസിലേക്ക് വരുമ്പോൾ ഈ ഒരൊറ്റ
ചോദ്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും അതിൽ നിന്ന് പോകില്ല. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് നിങ്ങൾക്ക് തരും, പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരും, എന്നിട്ട് x+1 × y+1 കാണാൻ പറയും, x-1 × y-1 കാണാൻ പറയും, ആൻഡ് ഇത് കാണാൻ പറയും. ഈ ഒരു രീതിയിലാണ് ചോദ്യം ചോദിക്കുക. അത് നിർബന്ധമായിട്ടും അറിയണം. മേ ബി ഇത് വേർഡ്സിൽ ചോദിക്കൂട്ടോ. അതായത് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 28 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 195. അങ്ങനെയെങ്കിൽ ഈ നമ്പറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുക. അത് തന്നെയാണിത്. ആൻഡ് ഇങ്ങനെ ചോദിക്കും, ഈ നമ്പേഴ്സിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുക. അതാണിത്. ഓക്കെ, ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് ചോദ്യം ചോദിക്കും. ആൻഡ് ഇറേഷണൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഈ √2 + 1 ആൻഡ് √2 - 1 ഇങ്ങനെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് സിമിലർ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സ്കോപ്പുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും ഈ ഒരു എക്സാമിന് സിമിലർ ട്രയാങ്കിൾ നിങ്ങൾ ഒരുപാട് ലോക്കാക്കൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിമിലർ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ഒരു ബേസിക് ലെവൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒക്കെ സെയിം ആയി തന്നിട്ട് നിങ്ങളോട് എന്ത് പറയും, അതിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ ഏതെങ്കിലും ഒരു സൈഡേ തരൂ, ബാക്കി സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ? സൈഡ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് AC ആണ്, ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ഇതാണ്. സോ ഇവന്മാർ തമ്മിൽ എന്താ കണക്ഷൻ? 3ന്റെ ഇരട്ടി 6 ആണ്. അങ്ങനെയെങ്കിൽ വൈക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഇവനാണ്, ഇവിടെ ഇവനാണ്. ഈ സൈഡ്സ് തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? അതും ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ, അല്ലേ? സോ ഇവിടെ 2 ആയിരിക്കും, കാരണം എന്താ ഇവിടെ 4 ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ആൻസർ ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ടും ചോദിക്കാൻ പോകുന്നതാണ് എന്ത്? ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ഇത്ര ടൈംസ് ആകുന്ന മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി നിങ്ങളോട് ഉറപ്പായിട്ടും പറയും. എങ്ങനെ? യെസ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. എന്നിട്ട് എന്താണ്? അതിൻ്റെ സൈഡ്സ് എല്ലാം ഇത്ര മടങ്ങായിക്കൊണ്ട് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുക എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടത്? ഇപ്പോൾ 1.5 മടങ്ങാണെങ്കിൽ 4ന്റെ 1.5 മടങ്ങായിട്ടുള്ള 6 വരയ്ക്കണം. ഈ സൈഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ 4 അല്ല വരയ്ക്കേണ്ടത്, 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അതുപോലെ എല്ലാ സൈഡും ആക്കണം. ആൻഡ് പിന്നെ ഈ സിമിലർ ട്രയാങ്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്, രണ്ട് ട്രയാങ്കിൾ തന്നിട്ട് അവരുടെ ഹൈറ്റ്, ഏരിയ, പെരിമീറ്റർ ഒക്കെ കണക്ട് ചെയ്ത് ചോദ്യം ചോദിക്കും. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് തന്നിട്ടുണ്ട്, ഈ ആംഗിൾസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിന് ഓപ്പോസിറ്റ് 10 ആണ്, ഇതിന് ഓപ്പോസിറ്റ് 20 ആണ്. സോ ഇവിടെ എന്താ കണക്ഷന്? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 2 ടൈംസ് ആവുന്നു എന്നുള്ളതാണ് കണക്ഷൻ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും അങ്ങനെ തന്നെ മാറും. ആൻഡ് എസ്പെഷ്യലി ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഹൈറ്റുകൾ തമ്മിലും ഇതേ കണക്ഷൻ ആയിരിക്കും. ഈ ഹൈറ്റ് ഇങ്ങോട്ട് മാറുമ്പോഴും എന്തായിരിക്കും ആവുക? 2 ടൈംസ് ആയിരിക്കും ആവുക. ഇവിടെ ഹൈറ്റ് 7 ആണെങ്കിൽ 8 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഹൈറ്റ് എത്ര ആയിരിക്കും? 16 ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ രണ്ട് ട്രയാങ്കിളുടെ പെരിമീറ്ററുകൾ തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? പെരിമീറ്ററുകൾ തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? അതും 2 ടൈംസ് ആയിരിക്കും. ഇവിടെ 20 ആണ് പെരിമീറ്റർ എങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 40 ആയിരിക്കും. പക്ഷെ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏരിയ ഇപ്പം 30 ആണ് എന്ന് തന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏരിയ 10 ആണ് എന്ന് തന്നെന്ന് വിചാരിക്കുക. ഇവിടെ എത്ര ആയിരിക്കും ഏരിയ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുറച്ച് കുട്ടികൾ പറയും 20 ആണെന്ന്. ഒരിക്കലും അല്ല. സൈഡ്സ് തമ്മിലുള്ള കണക്ഷൻ 2 ടൈംസ് ആണ്. അപ്പോൾ ഏരിയ തമ്മിലുള്ള 2 ടൈംസ് ആണോ? ഒരിക്കലും അല്ല. 2ന്റെ സ്ക്വയർ എടുക്കണം. 2ന്റെ സ്ക്വയർ എടുക്കണം. സൈഡ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണോ അതിൻ്റെ സ്ക്വയർ എടുക്കണം, എങ്കിലേ ഏരിയ തമ്മിലുള്ള കണക്ഷൻ കിട്ടൂ. സോ ഇവിടെ ഏരിയ 10 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 10 × 4 40 ആയിരിക്കും എന്നാണ് മക്കൾസ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ സർക്കിൾ മെഷേഴ്സിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ തന്നിട്ട് അതിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എന്ത് വന്നാലും നിങ്ങൾ ചെയ്ത് പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് എന്താണ്? ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ ഒരു ഫിഗർ, മേ ബി അത് എന്തായിരിക്കാം? ഒരു സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ളത് ഒരു റെക്റ്റാങ്കിൾ, ചതുരമായിരിക്കാം, വാട്ടെവർ. ആ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് തരും, ചതുരമാണെങ്കിൽ അതിൻ്റെ 2 സൈഡ്സും നിങ്ങൾക്ക് തരും. എന്നിട്ട് ഈ ഒരു സർക്കിളിൻ്റെ എന്ത് കാണാൻ നിങ്ങളോട് പറയും? ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ ഒക്കെ കാണാൻ നിങ്ങളോട് പറയും. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ സിമ്പിൾ അല്ലാതെ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 തന്നെ, കാരണം ഇത് സ്ക്വയർ ആണ്. സോ നമുക്ക് പൈതഗോറസ് വെച്ച് ഈ ഒരു സൈഡ് എത്ര കിട്ടും? 2√6 എന്ന് കിട്ടും. 2√6 അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കൂ. ആൻഡ് ഇവിടെ 2ഉം 4ഉം ആണെങ്കിൽ ഈ ഒരു സൈഡ് എത്രയാണ് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പ്രത്യേകത എന്താ? ഇത് സർക്കിളിൻ്റെ ഡയമീറ്റർ, വ്യാസമാണ്. സോ വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരം കിട്ടും, റേഡിയസ് ആരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ? പെരിമീറ്ററോ, ചുറ്റളവോ, പരപ്പളവോ, ഏരിയ എന്നെ വേണേലും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാപ്റ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഷഡ്ഭുജം, സമഷഡ്ഭുജവുമായി ബന്ധപ്പെട്ട, റെഗുലർ ഹെക്സഗണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ 95% എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നാളെ ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങൾ അവിടെ കാണുന്നു. കണ്ടില്ലെങ്കിൽ നിങ്ങൾ കരയാൻ നിൽക്കണ്ട, പക്ഷേ ഇത് കാണാനുള്ള ചാൻസ് വളരെ വളരെ അധികമാണ്. ഇവിടെ നമ്മളോട് പറയും ഇതിൻ്റെ ഒരു സൈഡ് ഇത്രയാണെന്ന്, ഇതിൻ്റെ ഒരു സൈഡ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും അങ്ങനെയെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം
നോക്കണം, ഇവിടെ ഡയഗണൽസ് വരച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ, 6 ട്രയാങ്കിൾ ആണ്. ഈ 6ഉം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഈ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും, എല്ലാ സൈഡും സെയിം ആയിരിക്കും. സോ ഈ സൈഡ് 6 ആണെങ്കിൽ ഈ സൈഡും 6. സോ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ എന്താണ്, സർക്കിളിന്റെ പെരിമീറ്റർ കാണണം. റേഡിയസ് അറിയാമെങ്കിൽ പിന്നെ സർക്കിളിന്റെ പെരിമീറ്റർ കാണാൻ എന്തോ പണിയുണ്ടോ? നോ പണി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഏരിയയും കാണാം, ഒരു പണിയുമില്ല. ഇൻ കേസ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഈ ഒരു ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കാണാനായിരിക്കും ചോദിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മൊത്തം സർക്കിളിന്റെ ഏരിയ കാണുക, എന്നിട്ട് ഈ റെഗുലർ ഹെക്സഗന്റെ ഏരിയ കുറയ്ക്കുക. സാറേ അതിന് റെഗുലർ ഹെക്സഗന്റെ ഏരിയ എങ്ങനെയാ കാണുക? അതിനൊരു ഐഡിയ ഉണ്ട്. ഇവിടെയുള്ള ഈ ട്രയാങ്കിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇക്വിലാറ്ററൽ സമഭുജ ത്രികോണമാണ്. സോ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3/4a² ആണ്. സോ ഈറ്റ ഒരു ത്രികോണത്തിൻ്റെ എന്താ √3/4a² ആണ്. അതിൻ്റെ 6 എണ്ണം കൂട്ടിയാൽ നമ്മുടെ ഷഡ്ഭുജാവൂലേ, ഹെക്സഗൺ ആവും. സോ ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി, √3/4a² അല്ലെങ്കിൽ 6√3/4a² ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കിട്ടും. ആൻഡ് πr² ചെയ്ത് കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ കിട്ടും. തമ്മിൽ കുറച്ചാൽ മതി. ആൻഡ് പിന്നെ എന്താണ്, യെസ് ഈ ഒരു രീതിയിലും ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വലിയ അർദ്ധവൃത്തത്തിൻ്റെത് കാണുക, ഈ 2 ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ കാണുക, എന്നിട്ടോ വലുതിൽ നിന്ന് ഈ 2 ചെറുതാകും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. വളരെ സിംപ്ലോസ്കി ആയിട്ടുള്ള മാറ്റർ. ആൻഡ് റിയൽ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് റെപ്രസെൻറ്റിംഗ് 3 and 7 ഇൻ ദ നമ്പർ ലൈൻ. ഇങ്ങനെ സിംപ്ലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇത് നിർബന്ധമായിട്ടും ചോദിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. മോഡ് x 3 ആണ്, മോഡ് x-1 3 ആണ്, മോഡ് x-1 ഈക്വൽ ടു മോഡ് x-3 ആണ്. അങ്ങനെയൊക്കെ ഈ കേസുകളെല്ലാം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചേക്കാം. ആൻഡ് പോളിനോമിയൽസിലേക്ക് വരുമ്പം നോട്ട് ചെയ്ത് തന്നെ വെച്ചോ. ആദ്യമായി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിരിക്കും, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിരിക്കും, എന്നിട്ട് അതിൽ P(0) P(1) P(2) എന്തെങ്കിലുമൊക്കെ കാണാൻ പറയും. ആൻഡ് ചിലപ്പോൾ നിങ്ങളോട് പറയും P(0) പ്ലസ് P(2) കാണാൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, P(0) കാണുക, P(2) കാണുക, ഓരോ തമ്മിൽ കൂട്ടി കൊടുത്താൽ ആൻസറായി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എങ്ങനെയാണ് P(0) കാണുക അല്ലെ P(1) കാണുക? അത് ഭയങ്കര ഈസി അല്ലേടാ. ഇവിടെ P(1) കാണണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ 1 അങ്ങ് കൊടുത്താൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അടുത്തതായിട്ട് നമ്മളോട് പറയും P(1) 5 ആണ്, P(3) 9 ആണ്, ഇങ്ങനെ എന്തെങ്കിലും പറയും. എന്നിട്ട് അങ്ങനെ ഇത് ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കാണാൻ പറയും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് P(x) ഈക്വൽ ടു ax + b എന്ന് എഴുതുക. കാരണം എന്താ, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് P(1) 5 ആണെന്ന്. സോ നമ്മൾ എഴുതും P(1) ഈക്വൽ ടു 5. ഇനി P(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, a × 1 + b ആണ്. ഇതാണ് 5 എന്ന് നമ്മളോട് പറഞ്ഞത്. സോ നമുക്ക് കിട്ടും a + b = 5 എന്ന ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. ഇതേ രീതിയിൽ ഈ ചങ്ങായിനെ പരിഗണിച്ചാൽ എയും ബിയും ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അവരെ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും കിട്ടും. സോ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ പോളിനോമിയൽ കിട്ടും. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരിക. അതായത് ഈ ഒരു 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 എന്താ റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എന്താ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ x+3 എന്ന് പറയും, ഏരിയ a(x) ആണെന്ന് പറയും. ആൻഡ് ഏരിയയും സൈഡ് എക്സും തമ്മിലുള്ള a(x)ഉം എക്സും തമ്മിലുള്ള കണക്ഷൻ പറയുന്ന ഒരു 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 പോളിനോമിയൽ എഴുതാനാണ് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്. കാരണം അതെങ്ങനെ ചെയ്യുക, നമുക്ക് ഏരിയയും എക്സും തമ്മിലുള്ള, ഏരിയയും സൈഡും തമ്മിലുള്ളതാണ് വേണ്ടി. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ഏരിയനെ a(x) എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, വിളിച്ചിരിക്കുന്നു. ലെങ്ത് x+3 ആണ്, ബ്രെഡ്ത്ത് എത്ര x ആണ്. സോ എനിക്ക് കിട്ടി x² + 3x. a(x) ഈക്വൽ ടു x² + 3x എന്ന് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ആൻഡ് അതിൽ നിങ്ങൾക്ക് മേ ബി ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് a(5) a(6) a(2) കാണാൻ പറയും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം. അതായത് ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് തരും, ഇതിൻ്റെ ഏരിയനെ a(x) എന്ന് വിളിക്കാൻ പറയും, ആൻഡ് ഇതിൻ്റെ ലെങ്ത്തിനെ x എന്ന് വിളിച്ചോളൂ എന്ന് പറയും. പക്ഷേ ബ്രെഡ്ത്ത് നമുക്ക് അറിയണ്ടാവില്ല, പകരം പറയും പെരിമീറ്റർ 35 ആണെന്ന്. പെരിമീറ്റർ 35 അല്ലെങ്കിൽ 40 ആണ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ a(x)ഉം x-ഉം കണക്ട് ചെയ്യുന്ന ഒരു പോളിനോമിയൽ എഴുതാനാണ് പറയുന്നത്. ഇതും വളരെ സിമ്പിളാണ്. ഇതിലെ മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഇന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അടുത്തത് പാർട്സ് ഓഫ് സർക്കിൾസിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന്, എന്താണ് ആർക്ക് ലെങ്ത് എന്നുള്ളത്. നമ്മൾ ഇവിടെ ഒരു 30 ഡിഗ്രി കട്ട് ചെയ്ത്
5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്നും ഇങ്ങനെ 30 ഡിഗ്രിയിൽ ഒരു ആർക്ക് അല്ലെങ്കിൽ വളപ്പൊട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പച്ച സാധനത്തിൻ്റെ ലെങ്ത് എന്താണെന്നുള്ളതാണ്. അതെങ്ങനെ കാണുക? x/360 × 2πr ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. അത് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. ആൻഡ് പിന്നെ ഈ ഒരു രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഒരു സർക്കിളിൻ്റെ ഇത്ര ഡിഗ്രിയിൽ ഇത്ര ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് എടുക്കാൻ പറയും. എന്നിട്ട് ഈ ആർക്ക് വളച്ചിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കും. ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്ര? ഈ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുക. ഇതെനിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓർ ഇതിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ ചോദിച്ചേക്കാം. അത് നിങ്ങൾ എന്താണ് ഈ ഒരു ആർക്ക് ലെങ്ത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? x/360 × 2πr ആണ് ഇക്വേഷൻ. ആൻഡ് ഇവിടെ ഈ ഒരു ആർക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കിട്ടും. ആൻഡ് ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസും കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഷെയ്ഡഡ് റീജിയൻ, അതായത് ആർക്ക് ലെങ്ത് അല്ല, ഏരിയ ഓഫ് സെക്ടർ, അതായത് എന്താ വൃത്താംശത്തിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. വൃത്താംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഇത് കാണാനുള്ള ഇക്വേഷൻ x/360 × πr² ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇവിടെ അത് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ആദ്യം നമുക്ക് വലിയ ഇതാണ് കളർ ചെയ്ത റീജിയൻ. അതിൻ്റെ ഏരിയ കാണണമെങ്കിൽ ആദ്യം ഈ ഒരു വൃത്താംശത്തിൻ്റെ സെക്ടറിൻ്റെ ഏരിയ നിങ്ങൾ കാണുക. ഇതിൻ്റെ ഏരിയ നിങ്ങൾ കാണുക. എന്നിട്ടോ പിന്നെ ഈ ചെറിയ വൃത്താംശത്തിൻ്റെ ഏരിയ അത് നിങ്ങൾ കാണുക. എന്നിട്ടോ അവരെ തമ്മിൽ കുറച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഇത് കിട്ടുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള സാധനം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രിസത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഹൈറ്റ് ഓഫ് എ പ്രിസം ഇസ് 15 സെൻറ്റിമീറ്റർ. ദ ബേസ് ഈസ് എ റൈറ്റ് triangle and the perpendicular sides of the triangle are the length 6, 8. അങ്ങനെയെങ്കിൽ വോളിയം കാണണം ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ, വോളിയം ലാറ്ററൽ സർഫസ് ഏരിയയും കാണാനുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ നല്ല പ്രയോറിറ്റി കൊടുക്കണം. പ്രിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഇതിൽ there are 10 cylindrical pillars of diameter 30 centimeters and height 5 centimeters in a school veranda. What is the total cost of painting the pillars? അതായത് ഈ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പ്രിസത്തിൽ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് 18ാമത്തെ പോളിനോമിയൽ പിക്ചേഴ്സിലേക്ക് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നെന്താ? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തരും, എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് കണ്ടെത്തണം. രണ്ടാമത്തെ എന്താണ്? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തരും, എന്നിട്ട് അതിൻ്റെ പോളിനോമിയൽ കണ്ടെത്തണം. ആൻഡ് ഒരു ചാൻസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതായത് എന്ത്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് തന്നേക്കാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് തന്നേക്കാം. എന്നിട്ട് ഈ സാധനത്തിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിനോമിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഗ്രാഫിൻ്റെ മുകളിൽ നിന്നും 3 പോയിന്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആ 3 പോയിന്റ് കൺസിഡർ ചെയ്തും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടും. ആരാണ് എയും ബിയും സിയും? ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ ജനറൽ ഫോം P of x = ax² + bx + c ആണ്. സോ ഇതിലിപ്പോൾ 1, 0 എന്നുള്ളത് ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് ഈ പോയിന്റ് 0, 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം അത് ഇവിടെ കൺസിഡർ ചെയ്യും. 0, 1 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? P of 0, 1 ആണെന്ന്. P of 0, 1 ആണ് എന്നാണ് അർത്ഥം. ആൻഡ് P of 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0 കൊടുക്കുക. a × 0ൻ്റെ സ്ക്വയർ പ്ലസ് b × 0 പ്ലസ് c = 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ബാക്കിയൊക്കെ 0 ആയി പോയാൽ നിങ്ങൾക്ക് സിംപ്ലി എന്ത് കിട്ടും? c = 1 എന്ന് കിട്ടും. സോ ആദ്യത്തെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് c 1 ആണെന്ന് കിട്ടും. അടുത്ത 2 പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എയിലും ബിയിലുള്ള 2 ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയും ബിയും കിട്ടും. സോ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വാല്യൂ കിട്ടും. ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് ഞാൻ ചാൻസ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നല്ല മാർക്കിന് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? y ആക്സിസിലുള്ള പോയിന്റ് ആണ് എടുക്കേണ്ടത്. കാരണം എന്താണ്? എന്നാലേ അവിടെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ ആദ്യമുള്ള ആൾ 0 ആവും. എന്തിനാ സാർ ആദ്യമുള്ള ആൾ 0 ആവുന്നത്? ആദ്യമുള്ള ആൾ 0 ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of 0, 1 ആണെന്നല്ലേ? അതായത് എക്സിന് 0 കൊടുക്കണം. അങ്ങനെ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ മൊത്തം 0 ആയിട്ട് ഒറ്റയടിക്ക് സിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ അയ്യോ അതോടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ എന്താണ്? സിമ്പിളായിട്ട് ഒരു ഡാറ്റ തന്നിട്ട് ഇതിൻ്റെ മീൻ കാണാൻ പറയും, അല്ലെങ്കിൽ ആവറേജ്, ശരാശരിയോ മാധ്യമോ കാണാൻ പറയും. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് എങ്ങനെ കാണുക? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ, ഇതെല്ലാം കൂടി കൂട്ടുക, എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. ആൻഡ് സിംപ്ലി ഒരു ടേബിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 3 മാർക്ക് കിട്ടിയ 2 കുട്ടി, ആ രീതിയിലാണ് തരിക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒരു കോളം വരയ്ക്കുന്നു, ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് ഇങ്ങോട്ട് എഴുതുന്നു. ആൻഡ് ഇവിടെ കിട്ടുന്ന എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? അതാണ് ടോട്ടൽ സമ്മ്.
ഈ ആൾക്കാർ എത്ര എല്ലാം കൂടി കൂട്ടുക, അതാണ് ടോട്ടൽ നമ്പർ. അവരെ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറായി. പിന്നെ ഒരു വെറൈറ്റി വരാനുള്ളത് എന്താണ്, നല്ല മാർക്കിന് വരാനുള്ളത് ഇങ്ങനെ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അവിടെ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ, 148ൻ്റെയും 152ൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കോള് അവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവൻ്റെ കറക്റ്റ് നടുവിലുള്ള ആളെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് എഴുതുന്നു. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ എഴുതുന്നു. ഇങ്ങനെ എല്ലാം ചെയ്യുന്നു. ആൻഡ് അടുത്ത കോളത്തിലാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ഇവന്മാരെ തമ്മിൽ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതും, ഇവന്മാരെ തമ്മിൽ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതും, ഇവന്മാരെ തമ്മിൽ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ടോട്ടൽ സമ്മ്. ഈ ആൾക്കാരെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ടോട്ടൽ നമ്പർ. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പം ഏതായാലും പ്രപ്പോർഷനിലേക്ക് വരുമ്പം ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ള രീതിക്ക് പറയുന്നുള്ളൂ. സോ ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുക. ആൻഡ് സർ ബ്രിഡ്ജ് കോഴ്സിലേക്ക് വരുമ്പം അവിടെ ശരിക്കും എന്താണ്, കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എന്താണ്, ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇതിൽ പല പല ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറയും. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും, ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വെർട്ടെക്സ് ഈ മൂലയിൽ നിന്നും എതിർവശത്തേക്കൊരു ലൈൻ വരച്ച് എന്ന് വിചാരിക്കുക. ഈ എതിർവശം ഒരു 1:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കട്ടായി എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 1 ഇവിടെ 2. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ അതേ കണക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇത് 2 ഇത് 4. ഓക്കെ, ഇരട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇവൻ്റെ പിന്നെ ഏരിയ ഇപ്പോൾ 30 ആണെങ്കിൽ ഇവൻ്റെ എത്രയായിരിക്കും, നേരെ ഇരട്ടി 60 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് മിഡ് പോയിന്റിലേക്കാണ് വരച്ചത്. ഓക്കെ, ആയിക്കോട്ടെ. AP:PQ 2:1 ആണ്. AP:PQ ഇതെന്താ 2:1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 60 ആണ്. അതായത് വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര, 60 ആണ്. ടോട്ടൽ ഈ വലുതിൻ്റെ ഏരിയ എത്രയാണ്, 60 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചത് എന്താണെന്നാണ് പറഞ്ഞത്, മിഡ് പോയിന്റിൽ കാണുക. അതായത് 1:1 ആണ് റേഷ്യോ. സോ ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തുല്യമാണ്. സോ ഇതും 30 ആയിരിക്കും, ടോട്ടലി ഇതും 30 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABQ എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അത് നമ്മൾ കണ്ടു. ആൻഡ് APB എങ്ങനെയാണ് കാണുക, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? സാറേ അത് സിമ്പിളാണ്. കാരണം എന്താ, ഈ ടോട്ടൽ എത്ര 30 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ റെഡ് ട്രയാങ്കിൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു മൂലയിൽ നിന്നും ഇങ്ങോട്ട് വരച്ചപ്പം ഈ സൈഡ് എങ്ങനെ കണക്റ്റായി, 1:2 എന്നുള്ള റേഷ്യോയിൽ കട്ടായി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ എന്തായിരിക്കും, 1:2 ആയിരിക്കും. സോ ടോട്ടൽ 30 ആണെങ്കിൽ ഇവിടെ 10 ഉണ്ടാവും, ഇവിടെ 20 ഉണ്ടാവും. ആ ഒരു സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് ഈ ഒരു സംഭവം എന്ത് വന്നാൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം ഇങ്ങനെയാണ് ചോദിക്കുക. നിങ്ങളോട് പറയും ഒരു ട്രയാങ്കിൾ വരയ്ക്കി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കും. എത്ര, 5, 6, 7 സൈഡുള്ള. പിന്നെ അവർ പറയും അങ്ങനെയെങ്കിൽ ഇതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കൂ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 8 ആവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന് സമാന്തരം പാരലലായിട്ട് ഇതിലൊരു ലൈൻ വരയ്ക്കും. ആൻഡ് ബേസ് ഇതാക്കി തന്നെ നിങ്ങൾ വെക്കും. ഓക്കെ, ബേസ് ഇതായി തന്നെ വെക്കും. എന്നിട്ട് ഒരു സൈഡ് 8 ആവണമെങ്കിൽ നിങ്ങൾ കോമ്പസിൽ 8 എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും കണക്റ്റ് ആക്കിയാൽ ഇത് 8 സെൻറ്റിമീറ്റർ ആൻഡ് സെയിം ഏരിയ ആയിരിക്കും ഉണ്ടാകുക. ചിലപ്പം പറയും ഈ റെഡ് ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു ഈ എന്താണ് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ റെഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് മുകളിലോട്ട് പോകും. എന്നിട്ട് ഇവിടെ കുത്തിടും. ഇവിടുന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യും. അതായത് എന്താ, ബേസ് മാറ്റരുത്. ചിലപ്പം പറയും അതേ ഏരിയ ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിലാറ്ററൽ അല്ല, ഐസോസ്ലസ് ട്രയാങ്കിൾ, അതായത് സമപാർശ്വ ത്രികോണമാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5ൻ്റെ നേരെ നടുവിലെടുക്കുക 2.5, എന്നിട്ട് അതിൻ്റെ നേരെ മുകളിലോട്ട് പോവുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടേക്ക് എന്ത് ചെയ്യുക, 2 സൈഡിൽ നിന്നും ആക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. നാളെ നിർബന്ധമായിട്ടും ചോദിക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ ബേസ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ, അതായത് ഒരേ പാദവും മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായിട്ടുള്ള വരയിലുമായ എല്ലാ ത്രികോണങ്ങൾക്കും എന്തായിരിക്കും, ഒരേ ഏരിയ പരപ്പളവായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഓക്കെ, റെഡി. അടുത്തതായിട്ട് നമുക്ക് എന്താണ്, യെസ്, നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതായത് എങ്ങനെ, അതായത് റൈറ്റ് 3 ഫ്രാക്ഷൻസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3 വിത്ത് ഡിനോമിനേറ്റേഴ്സ് ആസ് ദ പവേഴ്സ് ഓഫ് 10 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇതൊരു ചെറിയൊരു ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് എന്താണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. എന്ത് വന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നിങ്ങൾ
നിങ്ങൾ നാളെ എക്സാമിന് പോവരുത്, ദയവ് ചെയ്ത് പോവരുത് പ്ലീസ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ സർക്കിൾ വരയ്ക്കുക. സോ 4, 5, 6 ഉള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക? 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, 6 എടുക്കുന്നു. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എത്രയായി? നമുക്ക് 4, 5, 6 ഉള്ള എന്തായി? ഒരു ട്രയാങ്കിൾ ആയി. ഇനി നമുക്ക് ഇതിന് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 മൂലയിൽ കൂടെയും കടന്നു പോകുന്ന സർക്കിൾ അല്ലേ? അത് വരയ്ക്കണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡിന് നമ്മൾ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതെങ്ങനെ? ഇതിൻ്റെ പകുതിയിൽ അധികം എടുത്ത് മുകളിലോട്ട് താഴോട്ട് അതുപോലെ ഇവിടെയും വരയ്ക്കുന്നു. ആൻഡ് ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ ലംബ സമഭാജിയായി. അതേ രീതിയിൽ നമുക്ക് ഈ സൈഡിനും ലംബ സമഭാജി വരയ്ക്കാലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? വരയ്ക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ 2 ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിൻ്റെ കേന്ദ്രം, സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് എന്ത്? റേഡിയസ്. അത് അളന്നിട്ട് ഇങ്ങനെ കറക്കി വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറായി. അത് കഴിഞ്ഞിട്ട് സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന് ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു കോഡിലേക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലറായി കുത്തനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ കോഡ് എന്താവും? 2 ഈക്വൽ പീസായി മാറും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ OB എത്രയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെങ്ത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം O ടു ദ കോഡ് AB ഈസ് ഒന്ന് AB-യിലേക്കുള്ള ഈ ഒരു അകലം OP എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ AB കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് 6 ആണ്, ഇത് 10 ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ നമുക്ക് ഇത് 4 ആണെന്ന് കിട്ടും. ആൻഡ് ഇത് സെയിം ആയിരിക്കൂലേ? കാരണം എന്താ? സെൻറ്ററിൽ നിന്നും ഒരു ഞാണിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ കിട്ടുന്ന പീസ് സെയിം ആയിരിക്കും. സോ ഇത് 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും. അങ്ങനെ ടോട്ടൽ AB ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. ഇത്രയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ നല്ലവണ്ണം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രമായിരിക്കണം മറ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകുന്നത്. സോ അത്രയൊക്കെയാണ്. വേറെ എന്തെങ്കിലും പറയാണ്ടോ? അപ്പോൾ നാളത്തെ മാത്സ് എക്സാം നമുക്ക് പൊളിച്ചടക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക, ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് എജുപോർട്ടിൻ്റെ നമ്മളുടെ ക്ലാസ്സൊക്കെ SSLC ക്ലാസ് April 1 തുടങ്ങുന്നുണ്ട്. എല്ലാവരും അതൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ ഫോമും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് ഉഷാറാക്കി എടുക്കുക. ശരി, അതൊക്കെ പോട്ടെ, അതല്ല വിഷയം. നാളത്തെ എക്സാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. പേടിയാണോ, അല്ലെങ്കിൽ 1 കോൺഫിഡൻസിലാണോ, 1 പവറിലാണോ, ഉഷാറായിട്ടാണോ, വൈബായിട്ടാണോ നിൽക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ പോവുകയാണെങ്കിൽ വേറെ പണിയുണ്ട്. ഓക്കെ, സി യു, ബൈ.